define it in the case of memory decoding or memory address decoding എന്ന് പറയും. അപ്പോൾ മെമ്മറി ഇൻ്റർഫേസിങ് എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതുപോലെ തന്നെ മറ്റൊന്നാണ് IO ഇൻ്റർഫേസിങ്. IO ഇൻ്റർഫേസിങ് എന്ന് പറയുമ്പോൾ IO മാപ്ഡ് IO സ്കീമിൽ ഇൻ്റർഫേസിങ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെമ്മറി മാപ്ഡ് IO സ്കീം, IO മാപ്ഡ് IO സ്കീം, ഇങ്ങനെ രണ്ട് സ്കീം അഡ്രസ് പാർട്ടീഷനിങ് സിസ്റ്റം നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ മെമ്മറി മാപ്ഡ് IO സ്കീമിൽ IO ഈസ് ട്രീറ്റഡ് ആസ് ഇക്വലൻ ടു മെമ്മറി. ഈച്ച് IO ഡിവൈസ് ഈസ് ട്രീറ്റഡ് ആസ് എ മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ അവിടെ നമുക്ക് സെപ്പറേറ്റ് IO ഇൻ്റർഫേസിങ് എന്ന് പറയുന്നൊരു ഇത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ IO ഇൻ്റർഫേസിങ് എന്നുള്ളത് വരുന്നത് IO മാപ്ഡ് IO സ്കീം. സാധാരണ ഇത് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ലാബിലല്ല. അപ്പോൾ IO മാപ്ഡ് IO സ്കീമിൽ മെമ്മറി എന്നുള്ളതും IO ഡിവൈസസ് എന്നുള്ളതും സെപ്പറേറ്റ് സ്റ്റാറ്റസ് തന്നെയാണ്. രണ്ടിനും രണ്ട് സെപ്പറേറ്റ് അഡ്രസ് റേഞ്ചാണ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്കീമിൽ IO മാപ്ഡ് IO സ്കീമിൽ നമ്മൾ ഇൻ ഔട്ട് എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് ഡാറ്റ ഫ്ലോക്ക് ഉപയോഗിക്കുന്നുണ്ടാവുക ബിറ്റ്വീൻ IO ഡിവൈസ് ആൻഡ് അക്യുമുലേറ്റർ. അക്യുമുലേറ്ററുമായിട്ട് മാത്രമേ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ബാക്കി ഇൻറ്റേർണൽ രജിസ്റ്ററുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അക്യുമുലേറ്ററിലേക്ക് വന്നിട്ട് ആ ഡാറ്റയെ വേണമെങ്കിൽ വേറെ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കാം. സോ IO ഇൻ്റർഫേസിങ് എന്നുള്ളത് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ IO address and memory address is IO address is an 8-bit address or 1 byte address ആയിരിക്കും. അപ്പോൾ 8 ബിറ്റാണ് IO അഡ്രസ്സിലുള്ളത്. സോ IO ഇൻ്റർഫേസിങ് എന്നുള്ളതും ഒരു മെമ്മറി ഇൻ്റർഫേസിങ് പോലെ തന്നെ 74LS138 എന്നുള്ള IC വെച്ചിട്ടാണ് ഇവിടെയും IO അഡ്രസ്സിൻ്റെയും ഡീകോഡിങ് നടക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് 74138 എന്നുള്ളത്. ഇറ്റ് ഹാസ് 3 എനേബിൾ പിൻസ് G1, G2A and G2B. then 3 select pins ABC, then പിന്നെ ഗ്രൗണ്ട് ഉണ്ടായിരിക്കും, VCS ഉണ്ടായിരിക്കും, ആൻഡ് ദർ ആർ 8 ഔട്ട്പുട്ട് പിൻസ്. വർക്കിങ്ങിന് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ G1 should be high, G2A and G2B should be low, then only that IO the 74LS138 will be enabled and the selected outputs will be going low, all other outputs are high. അപ്പോൾ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ആ ഔട്ട്പുട്ട് നമ്മൾ Y0, Y1, Y7 എക്സെട്ര ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ 8 ഔട്ട്പുട്ട് ലൈൻസ് ആർ ദർ. അപ്പോൾ സെലക്ട് ചെയ്ത ഔട്ട്പുട്ട് എന്നുള്ളത് ഇറ്റ് വിൽ ബി ഗോയിങ് ലോ, അതർ ഔട്ട്പുട്ട്സ് റിമൈൻസ് ഹൈ. അപ്പോൾ ഈ ഔട്ട്പുട്ടുമായി തന്നെ IO ഡിവൈസ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ ഡിഫറൻസ്, മെമ്മറിയുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്നുള്ളത് IO ഡിവൈസസ്, ദ അഡ്രസ് ഓഫ് IO ഡിവൈസ് ഈസ് ഓഫ് 8 ബിറ്റ്സ്. സോ the address bus A8 to A15 lines of the address bus are used for IO addressing. അപ്പോൾ ഇതന്നെ നമ്മൾക്ക് അതിൻ്റെ കണക്ഷൻ വരുന്നത്. ദിസ് ഈസ് ദ കണക്ഷൻ ഡയഗ്രാം ഫോർ ദ ഇൻ്റർഫേസ് ഓഫ് IO ഡിവൈസ് ത്രൂ 74LS138. ഇപ്പോൾ 74LS138 എന്നുള്ള IC ഇവിടെ വരുന്നുണ്ട്. ദർ ആർ ഔട്ട്പുട്ട്സ് ഫ്രം Y0 to Y7, 1 to up to etc. 8 outputs are there. And each output is connected to input device, then output device. IO ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും നമ്മൾ ഈ IC-യുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ദെൻ 2 ആർ അൺയൂസ്ഡ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെമ്മറി ഡീകോഡിങ്, മെമ്മറി അഡ്രസ് ഡീകോഡിങ് പറയുന്ന സമയത്ത് 74LS138 തന്നെ അവിടെയും യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരുന്നത് EEPROM 1, EEPROM 2, RAM 1, 2, 3, 4 അപ് ടു എക്സെട്ര 6 വരെ ഉപയോഗിച്ചിരുന്നു. ചില ടെക്സ്റ്റ് ബുക്കിൽ 6 ഒന്നും കാണില്ല, ഇങ്ങനെ വേക്കൻ്റായി കിടക്കുന്നുണ്ടാവും, അൺയൂസ്ഡ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്നെല്ലാം പറഞ്ഞിട്ട്. ഏതായാലും വേണമെങ്കിൽ നമുക്ക് എല്ലാം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ചിലതെല്ലാം വേക്കൻ്റാക്കി ഇടാം. ഇനി ഇവിടെ മെയിൻ ഡിഫറൻസ് നമ്മുടെ മെമ്മറി അഡ്രസ് ഡീകോഡിങ് എന്നുള്ളതിൽ ABC എന്ന് പറയുന്ന ഈ 3 അഡ്രസ്സിലേക്ക് സെലക്ട് പിന്നിലേക്ക് പോകുന്നുണ്ടാവാം മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ആയിട്ടുള്ള A13, A14, A15. എയിലേക്ക് A15, C എന്നുള്ളതിൽ A13, B എന്നുള്ളതിൽ A14, A എന്നുള്ളത് A15 ആയിരുന്നു പോയിരുന്നത് മെമ്മറി അഡ്രസ് ഡീകോഡിങ്ങിൽ. നൗ ഇൻ ദിസ് കേസ് ദർ ഈസ് ഓൺലി 8 ബിറ്റ്സ്. 16 ബിറ്റ് അവൈലബിൾ, 8 ബിറ്റ് അവൈലബിൾ ആവുന്നുള്ളൂ. ആൻഡ് ദ സെലക്ട് ലൈൻസ് ABC ഓഫ് ദി 74LS138 ആർ കണക്റ്റഡ് വിത്ത് അഡ്രസ് ലൈൻസ് A8, A9, A10. ഇവിടെ A8. അപ്പോൾ A8, A9, A10 എന്ന് പറയുമ്പോൾ 8 ബിറ്റ് അഡ്രസ്സിൻ്റെ LSB ആണ് കൊടുക്കുന്നത്. മെമ്മറി അഡ്രസ് ഡീകോഡിങ്ങിൽ 16 ബിറ്റ് മെമ്മറി അഡ്രസ്സിൻ്റെ MSB ആണ് നമ്മൾ സെലക്ട് പിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ബട്ട് ഹിയർ വി ആർ കണക്ടിങ് ദ LSBs A8, A9, A10 ടു ദി സെലക്ട് ലൈൻസ് ABC. അപ്പോൾ നിങ്ങൾക്ക് കാണാം
A8 എന്നുള്ളത് സിയിലേക്ക് പോകുന്നുണ്ട്, B എന്നുള്ളതിലേക്ക് A9 പോകുന്നുണ്ട്, ആൻഡ് C എന്നുള്ളതിലേക്ക് A10 പോകുന്നുണ്ട്. സോ ദീസ് ആർ ദ വൺ ഓഫ് ദ ഇൻപുട്ട് സെലക്ട് ലൈൻസ്. ദെൻ ഈ IC വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ G2A ഷുഡ് ബി ലോ. സോ G2A ഈസ് ആൾറെഡി ഗ്രൗണ്ടഡ്. ദിസ് ഈസ് ദ സെയിം സിമിലർ ടു ദി കേസ് ഓഫ് മെമ്മറി അഡ്രസ് ഡീകോഡിംഗ്. മെമ്മറി അഡ്രസ് ഡീകോഡിങ്ങിലും നിങ്ങൾ G2A ഗ്രൗണ്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹിയർ G2B is connected to a NAND gate, and the input of the NAND gate is the address lines from the remaining 5 address lines. നമ്മുടെ IO അഡ്രസ് സ്കീമിലുള്ള 3 ബിറ്റ് ഇവിടെ സെലക്ട് ലൈൻസിലേക്ക് ABC അപ്ലൈ ചെയ്തു. സോ ദ റിമൈനിങ് അഡ്രസ് ലൈൻസ് 5 അഡ്രസ് ലൈൻസ് ആർ A11 to A15. ബിക്കോസ് A8 to A15 വരെ അഡ്രസ് ലൈൻ അവൈലബിൾ ആയിട്ടില്ല. 8 ബിറ്റ് മതിയാവും IO ഡിവൈസിന്. അതിൽ 3 ബിറ്റ് ഇവിടെ യൂസ് ചെയ്തു. ബാക്കി ദ റിമൈനിങ് 5 ലൈൻസ് ആർ അപ്ലൈഡ് ടു G2B ത്രൂ എ NAND ഗേറ്റ്. അപ്പോൾ ഇതൊരു NAND ഗേറ്റ് ആണ്. ആ NAND ഗേറ്റിലൂടെ G2Bയിലേക്ക് അപ്ലൈ ചെയ്തു. സോ G2B എന്നുള്ള ഈ ഒരു ചിപ്പ് എനേബിൾ ആവണമെങ്കിൽ G2B ഷുഡ് ബി ലോ. G2B ലോ ആണെന്ന് പറഞ്ഞാൽ ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് NAND ഗേറ്റ് ഷുഡ് ബി ലോ. The output of a NAND gate is low only if all the inputs are high. നിങ്ങൾക്കറിയാം, ഒരു AND ഗേറ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് എൻ AND ഗേറ്റ് ഈസ് ഹൈ only if all the inputs are high. പക്ഷേ ഇവിടെ ഉള്ളത് എന്താണ്, ഒരു ബബിൾ ഉണ്ട്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ NAND ഗേറ്റ് ഈസ് ലോ only if all the inputs are high. ഈ എല്ലാ ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ഈ ഔട്ട്പുട്ട് ലോ ഉള്ളൂ. അതായത് A11 to A15 എന്ന് പറയുന്ന മോസ്റ്റ് സിഗ്നിഫിക്കൻ്റായി വരുന്ന 5 ബിറ്റുകളും 1 ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ IC എനേബിൾ ആവുള്ളൂ. അപ്പോൾ ഈ മെമ്മറി അഡ്രസ് സ്കീമിൽ മെമ്മറി അഡ്രസ്സ് എഴുതുന്ന സമയത്ത് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 5 ബിറ്റ്സ് ആർ ആൾവേസ് 1. എല്ലാ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 5 ബിറ്റ് എപ്പോഴും 1 ആയിരിക്കണം, എന്നാൽ മാത്രമേ ഈ ചിപ്പ് എനേബിൾ ആവുള്ളൂ. ദെൻ ഓൺലി ദാറ്റ് മെമ്മറി പോയിൻറ്റ്സ് ടു ദി IO ലൊക്കേഷൻ. അതല്ലെങ്കിൽ ദെൻ ഓൺലി ദാറ്റ് അഡ്രസ് പോയിൻറ്റ്സ് ടു ദ IO ലൊക്കേഷൻ. അതല്ലെങ്കിൽ ആ അഡ്രസ്സ് മെമ്മറിയിലേക്കാണ് പോകുന്നുണ്ടാവുക. സോ ദെൻ ഓൺലി ദി G2B ഈസ് ലോ. അപ്പോൾ G2B എന്നുള്ളതിലേക്ക് കൊടുക്കുന്നത് ദ റിമൈനിങ് 5 അഡ്രസ് ലൈൻസ് ആർ കണക്റ്റഡ് ടു ദി G2B ത്രൂ എ NAND ഗേറ്റ്. സോ ദാറ്റ് ദി G2B ബിക്കംസ് ലോ ഓർ ദ enable pin G2B is activated only if all the address lines A11 to A15 are high. Now G2A is grounded because it is always grounded and then it is always enabled. And then there remains G1. ഈ G2A എന്നുള്ളത് നിങ്ങളുടെ മെമ്മറി അഡ്രസ് സ്കീമിൻ്റെ കേസിലും G2A ഗ്രൗണ്ട് ചെയ്തിരുന്നത്. G2Bയിലേക്ക് നിങ്ങൾ അവിടെ കൊടുത്തിരുന്നത് IO ബാർ M ബാർ ആണ്. സോ M ബാർ എന്നുള്ളത് ലോ ആണെങ്കിൽ ദാറ്റ് device will be activated. IO bar M bar ഇവിടെ കണക്ട് ചെയ്യുന്നത്. So there is a small difference. And here G1 is connected to IO bar M bar. G1 എന്നുള്ളത് it is active high. ആക്റ്റീവ് ഹൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ബബിൾ ഇല്ല. അതിൻ്റെ മീനിങ് G1 എന്നുള്ള എനേബിൾ പിന്നെ ഹൈ ആണെങ്കിലാണ് നമ്മുടെ ഈ 74LS138 എന്നുള്ളത് ആക്റ്റീവ് ആവുന്നുണ്ടാവുക. അപ്പോൾ G1 ഹൈ അതല്ലെങ്കിൽ 1 ആവണം എന്നുള്ളത് നമുക്കറിയാം. IO bar M bar എന്നുള്ള ഈ സിഗ്നൽ ഇറ്റ് വിൽ ബി 1 if the control signal sent from the microprocessor, that is sent from the microprocessor, it is the IO bar M bar. It 1 means the address is mean for the IO device. IO എന്നുള്ളത് 1 ആയി മാറും. IO bar M bar low ആണെങ്കിൽ it is mean for memory location. So IO bar M bar is given to G1. അപ്പോൾ ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മെമ്മറി അഡ്രസ് സ്കീമിൻ്റെ കേസിൽ G1 എന്നുള്ളത് പ്ലസ് VCCയിലേക്ക് കൊടുക്കുക ചെയ്തിരുന്നത്. IO bar M bar ഇവിടെ കൊടുത്തിരുന്നത്. G2A ഗ്രൗണ്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ മെമ്മറി അഡ്രസ് സ്കീമും IO അഡ്രസ് സ്കീമും തമ്മിൽ G1 G2B എന്നുള്ള പിന്നിൽ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് കണക്ഷനിൽ. ദെൻ സോ G2A is grounded, G1 is connected to IO bar M bar. When IO bar M bar goes high for IO operation, G1 goes high, thereby enabling the chip. So this is the connection diagram of what is IO address decoding or the interface of IO devices through decoder 74LS138. Now the table showing the address of IO devices connected to 74LS138. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്രസ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. The address lines most significant 5 bits, that is A11 to A15. It should be 1. Always അത് 1 ആവണം, എന്നാൽ മാത്രമേ ചിപ്പ് എനേബിൾ ആവുള്ളൂ. ആൻഡ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 3 ബിറ്റ്സ്, ദാറ്റ് ഈസ് A8, A9
and A10. ഈ 3 സിഗ്നിഫിക്കൻറ്റ് ബിറ്റിനനുസരിച്ച് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് only 3 levels are available. Using that 3 bits we can select any one of these 8 outputs. ഈ 8 ഔട്ട്പുട്ടിലുള്ള ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ അതുപോലെ അഡ്രസ്സും കൂടെ ഇവിടെ കാണിക്കുന്നത്. സോ ദീസ് 5 മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ആർ ആൾവേസ് 1. കാരണം ഇവിടെ എല്ലാം 1 ആണ്. It is 1 1 1 because if any one of them becomes 0, what happens? If any one of them becomes 0, then the output of the AND gate will be 0 and the output of the NAND gate will be 1. So G2B will be 1 and the chip is not enabled. അപ്പോൾ ചിപ്പ് എനേബിൾ ആണെങ്കിൽ ഇതെല്ലാം ഹൈ ആണ്. അപ്പോൾ അഡ്രസ്സിൽ അത് ഹൈ ആവുന്ന കേസ് മാത്രമേ വരുള്ളൂ. ദെൻ A8, A10, A8, A9, A8 എന്നുള്ളത് if it is 0 0 0 ആണെങ്കിൽ the first line output is selected and 0 0 1 ആണെങ്കിൽ second output, 0 1 0 third output etc. ഇങ്ങനെ ഓരോ ഔട്ട്പുട്ടും സെലക്ട് ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ ദ സെലക്ട് ലൈൻസ്. ഇപ്പോൾ സെലക്ട് ലൈനിൽ there are 3 bits. Out of these 3 bits we can formulate 8 combination. So any one of the 8 outputs can be selected and corresponding address F8, F9, F7, F8, F9, F10 എന്നുള്ള FA, FB, FC, FD, FE and FF. ഇൻപുട്ട് ഡിവൈസ് 1 2 3 അത് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻപുട്ട് ഡിവൈസ് 1 2 3 then ഔട്ട്പുട്ട് ഡിവൈസ് 1 2 3, ഔട്ട്പുട്ട് ഡിവൈസ് 1 2 3 then അൺയൂസ്ഡ് ഇതിനനുസരിച്ചാണ് അവിടെ എഴുതിയിട്ടുള്ളത്. സോ ദിസ് ഈസ് ദ അഡ്രസ് ഓഫ് IO ഡിവൈസസ് കണക്റ്റഡ് ടു 74LS138. സോ ദ 5 ബിറ്റ്സ് ആർ ആൾവേസ് 1. സോ ദിസ് ഈസ് ദി. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന മെമ്മറി അഡ്രസ് ഡീകോഡിംഗ് എന്നുള്ളതിൽ മെമ്മറി ഇൻ്റർഫേസിംഗ് ത്രൂ 74LS138. ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത് IO ഇൻ്റർഫേസിംഗ് ത്രൂ 74LS138. അപ്പം രണ്ടാണെങ്കിലും അതിന് 3 സെലക്ട് പിൻ അനുസരിച്ചാണ് അത് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ദ റിമൈനിങ് എനേബിൾ പിന്ന് 3 എനേബിൾ പിന്ന് വരുന്നുണ്ട്. ആൻഡ് 8 ഔട്ട്പുട്ട് പിൻസ് ആർ ദർ. നൗ ദ നെക്സ്റ്റ് സെഷൻ ഈസ് ജനറേഷൻ ഓഫ് കൺട്രോൾ സിഗ്നൽസ് ഫോർ മെമ്മറി ആൻഡ് IO ഡിവൈസസ്. ദിസ് ഈസ് IO ഡിവൈസസ്. അത് VO എന്നായിട്ടുണ്ട്. മെമ്മറി ആൻഡ് IO ഡിവൈസസ്. ഇൻ്റൽ 8085 എന്നുള്ളതിൽ മെമ്മറി അല്ലെങ്കിൽ IO ഡിവൈസുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് മെമ്മറി ഓർ IO ഡിവൈസ് ഫോർ റീഡിങ് ഓർ റൈറ്റിംഗ്. ഇപ്പോൾ റീഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ ഇതാണ് നടക്കുന്നുണ്ടാവാം. സോ ദിസ് റീഡിങ് ഓർ റൈറ്റിംഗ് ദർ ആർ 4 കോമ്പിനേഷൻ: മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, IO read, IO write. So for these 4 combination we require 4 control signals. അപ്പോൾ 4 control signal നമ്മൾ ഫോം ചെയ്യണം. These 4 control signals are generated by using the control signals sent from the microprocessor, that is RD bar, WR bar and another one the status signal IO bar, M bar. RD bar, WR bar എന്നുള്ളതൊക്കെ as the name itself suggests, RD bar എന്നുള്ളത് it is read and it bar shows it is active low. അപ്പോൾ RD bar എന്ന് പറയുമ്പോൾ when RD bar line, that is an output line from microprocessor പുറത്തേക്ക് വരുന്ന ലൈനാണ്. if that line is low it means a read operation is going on. If WR bar, it is another output line, it is also called one of the control signal. If WR bar is low, it means that a write operation is going on. And another status signal is IO bar, M bar. If IO bar, M bar is low, it means that a memory operation is going on. It may be read or write depending on W and RD. If IO bar, M bar is high, an IO operation is going on. So by using these 2 control signals and 1 status signal, we can produce the 4 control signals required for the memory and IO operation. So these 4 control signals are produced by using logical combination of these 3. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് വരുന്ന നമുക്ക് കൺട്രോൾ സിഗ്നൽ MEMR എന്നുള്ള കൺട്രോൾ സിഗ്നൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. MEMR എന്നുള്ളത് ഇറ്റ് ഈസ് അഗൈൻ ആക്റ്റീവ് ലോ. ആക്റ്റീവ് ലോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മെമ്മറി റീഡ് ഓപ്പറേഷൻ. സോ വി ഹാവ് ടു പ്രൊഡ്യൂസ് എ ലൈൻ MEMR bar such that MEMR bar should be low when a memory read operation is going on. It should be high when there is no memory read operation. അപ്പോൾ ഈ MEMR എന്നുള്ളത് മെമ്മറി റീഡ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് മാത്രം ലോ ആവണം. അതിന് നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? പിന്നെ കാണാം ഇവിടെ ഫ്രം ദ മൈക്രോ പ്രൊസസ്സർ there is an IO bar, M bar and there is an RD bar.
IO bar M bar എന്നുള്ളത് ലോ ആയിരിക്കും വെൻ മെമ്മറി ഓപ്പറേഷൻ ഈസ് ഗോയിങ് ഓൺ. റീഡ് എന്നുള്ളത് ലോ ആയിരിക്കും വെൻ റീഡിങ് ഓപ്പറേഷൻ ഈസ് ഗോയിങ് ഓൺ. സോ വെൻ ബോത്ത് ദീസ് ലൈൻസ് ആർ low, IO bar M bar and RD bar are low, it means that a memory read operation is going on. By using these two signals, we have to produce a single signal such that that signal should be low when these two signals are low. അപ്പോൾ നമുക്ക് we can form an OR gate, ഒരു OR gate ഫോം ചെയ്യാണ്. And in that OR gate, the output of the OR gate is MEMR bar. നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ടും 0 ആണെങ്കിൽ IO bar M bar and RD bar രണ്ടും 0 ആണെങ്കിൽ മീനിങ് എന്താണ്? മെമ്മറി റീഡ് ഓപ്പറേഷൻ ഈസ് ഗോയിങ് ഓൺ. സോ 0 or 0 output will be 0. MEMR will be low. Now suppose IO bar M bar is 0, that is memory operation is going on, but RD bar is high. RD bar high എന്ന് പറയുമ്പോൾ റീഡ് ഓപ്പറേഷൻ ഈസ് നോട്ട് ഗോയിങ് ഓൺ. മെമ്മറി ഓപ്പറേഷൻ എന്ന് വെച്ചാൽ റീഡ് ഓപ്പറേഷൻ അല്ല, എന്നാൽ ഇത് ഹൈ വരും. അപ്പോൾ 0 or 1, it will be 1. So this is not activated, it is not memory read operation. So MEMR can be obtained by the logical OR between IO bar M bar and RD bar. Similarly, memory write എന്ന് പറയുമ്പോൾ IO bar M bar എന്നുള്ള സിഗ്നലും then memory write എന്നുള്ള WR bar എന്നുള്ള സിഗ്നലും കൂടെ ലോജിക്കൽ OR എടുക്കുകയാണെങ്കിൽ that combination, the output of that logical OR gate will be 0 only if WR bar and IO bar M bar are 0. WR ബാറും IO bar M ബാറും രണ്ടും ലോ ആണെങ്കിൽ മാത്രമേ ഈ ഔട്ട്പുട്ട് ലോ ആവുള്ളൂ. ദാറ്റ് ഈസ് if both of them are low, it means that a memory read operation is going on. So MEW bar will be low. In all other cases it will be high. Can any one of the inputs WR bar or IO bar M bar will be high, so that it will not be activated. ഈ ബാർ കാണിച്ചാൽ മീനിങ് അതെല്ലാം ആക്റ്റീവ് ലോ ആണ്. ആ ഫങ്ഷൻ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിഗ്നൽ ലോ ആയിരിക്കണം. നൗ IO റീഡിൻ്റെ പറയുന്ന കേസിൽ റീഡ് എന്നുള്ളത് ലോ ആയിരിക്കും, പക്ഷെ IO എന്നുള്ളത് ഹൈ ആയിരിക്കും. IO ഹൈ ആയിരിക്കും, റീഡ് ലോ ആയിരിക്കും. സോ വി ടേക്ക് this one IO, the connection from the IO is taken, that is it is 1 now, and from here there is a NOT gate is connected, so that 1 becomes 0 here. So it is 0, the input of this OR gate is 0, and the input of this OR gate, that is called read operation. If read is going on, RD bar low ആയിരിക്കും. അപ്പോൾ RD bar low ആണെങ്കിൽ ഇൻപുട്ട് രണ്ടാമത്തെ ഇൻപുട്ടും ലോ ആയിരിക്കും. So 0 0 output will be 0. So the output of the third OR gate, that is IOR bar will be 0 only if both the inputs are 0. Both the inputs means only if RD bar is 0 and IO bar M bar is 1, because ഇവിടെ എന്ത് വരുന്നുണ്ട്? ഒരു NOT ഗേറ്റ് വരുന്നുണ്ട്. സോ വി ആർ യൂസിങ് ദ കോംപ്ലിമെൻറ്റഡ് ഫോം ഓഫ് IO bar M bar. IO bar M bar എന്നുള്ളതിനെ ഇൻവേർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇൻവേർട്ടഡ് IO bar M bar. സോ IOR bar, that is the control signal required for IO read operation, is obtained by logical OR between inverted IO bar M bar and RD bar. Similarly, inverted IO bar M bar and WR bar, ഇത് തമ്മിലുള്ള സിഗ്നൽ if it is applied to a logical OR gate, it will be 0 only if IO bar M bar is 1 and WR bar is 0. In all other cases, this will be 1. So these are the 4 control signals required for the generation, required for the memory and IO devices. So these 4 control signals are generated by the logical combination of the control and status signals from the CPU, that is IO bar M bar, RD bar and WR bar. സോ ദിസ് അപ്പോൾ ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ മതി. ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയുന്നത്. IO bar M bar ഇറ്റ് ടേക്സ് പ്ലസ്. സോ ഈ ലോജിക്കൽ ഓർ ആയതുകൊണ്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 4 കോമ്പിനേഷൻ 0 0 0 1 1 0 1 1, ഈ 4 കോമ്പിനേഷനിൽ 2 ഇൻപുട്ടും 0 0 ആവുന്ന സമയത്ത് മാത്രമേ ഔട്ട്പുട്ട് 0 ആവുള്ളൂ. ഒരു ഇൻസ്റ്റൻറ്റിൽ മാത്രമേ ഈ ഔട്ട്പുട്ട് എന്താവുള്ളൂ? ആക്റ്റീവ് ആവുള്ളൂ. അപ്പം 4ൻ്റെയും ഏതെങ്കിലും ഒന്ന് മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. MEMR ആക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം ഹൈ ആയിരിക്കും. MEMW ആക്റ്റീവ് ആണെങ്കിൽ ബാക്കി 3ഉം ഹൈ ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ആക്റ്റീവ് ആവുള്ളൂ. ആ രീതിയിലാണ് ഇവിടെ കോമ്പിനേഷൻ സ്റ്റാറ്റസ് സിഗ്നൽ കമ്പൈൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ലോജിക്കൽ
ജനറേഷൻ ഓഫ് കൺട്രോൾ സിഗ്നൽസ് ഫോർ മെമ്മറി ആൻഡ് IO ഡിവൈസസ്. സോ ഇതോടുകൂടി നിങ്ങളുടെ ആ സെക്കൻഡ് ചാപ്റ്റർ